ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 14 രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ വിശദമാക്കുന്നത്. അപ്പൊ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയും വേണം, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? മലയാളത്തിൽ ചോദ്യം ഇങ്ങനെ: ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആക്കി മറ്റൊരു ചതുരം വരച്ചാൽ അതിന്റെ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. ഈ ചോദ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാവശ്യമായി രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നീളവും വീതിയും കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? ആദ്യത്തെ ചതുരത്തിന്റെ നീളം അല്ലെ, ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു എക്സ്. അതേപോലെ ആദ്യത്തെ ചതുരത്തിന്റെ വീതി സമം ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു എക്സ്. അതിന്റെ തന്നെ ബ്രെഡ്ത്തിന് നമുക്ക് എന്തൊക്കെ എടുക്കാം? ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു y എന്നും എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴും നമുക്ക് അതിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു നീളം കൂട്ടണം വീതി അല്ലെ. നീളവും വീതിയും കൂട്ടി ഇങ്ങനെയാണ് ചതുരെങ്കില് ചതുരം ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ചതുരത്തിന്റെ 2 നീളം 2 വീതി. അപ്പൊ നീളവും വീതിയും കൂട്ടി അതിന് 2 കൊണ്ട് ഗുണിച്ചതാണ് എന്ത്? ചുറ്റളവ്. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 26 സെന്റിമീറ്റേഴ്സ് ആണ് അല്ലെ. ഇങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണത്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 26 ആണ് അല്ലെ. 26 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 26 ആണ്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഈ 26ന്റെ ഹാഫ് ആയിരിക്കുമല്ലോ, 26ന്റെ പകുതി ആയിരിക്കും അല്ലെ, ഈക്വൽ ടു 13 ആണ്. അപ്പൊ ലെങ്ത്തിന് നമ്മൾ എക്സ് ആയിട്ടും ബ്രെഡ്ത്തിന് നമ്മൾ വൈ ആയിട്ടും എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ ഈ ലെങ്ത്തിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്നും ബ്രെഡ്ത്തിന് വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 കിട്ടി അല്ലെ. അപ്പൊ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ ഇവിടെ എന്താ പറയാ, ഈ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത് അതിന്റെ ട്വൈസ് ആവുന്നു. അപ്പൊ ന്യൂ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്ര? 2x ആവും അല്ലെ. ബ്രെഡ്ത്ത് എന്താവുന്നു? ആദ്യത്തേതിന്റെ 3 ടൈംസ് ആവുന്നു, ത്രൈസ് ആവുന്നു അല്ലെ. അപ്പൊ y ആണ് ആദ്യത്തേതിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ പുതിയ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എത്ര? 3y അല്ലെ. ത്രൈസ് എന്ന് പറയുമ്പോ 3y, ട്വൈസ് എന്ന് പറയുമ്പോൾ 2x, അങ്ങനല്ലേ. 2 ടൈംസ് എന്ന് പറയാം, 3 ടൈംസ് എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് നമുക്ക് ലെങ്ത് ഓഫ് സെക്കൻഡ് റെക്ടാംഗിൾ ഈക്വൽ ടു ആദ്യത്തേതിന്റെ 2 ടൈംസ് അല്ലെങ്കിൽ ട്വൈസ് ആണ്. അപ്പൊ 2x അല്ലെ. അതിന്റെ ബ്രെഡ്ത്ത് എത്ര? ബ്രെഡ്ത്ത് ഓഫ് സെക്കൻഡ് റെക്ടാംഗിൾ
ഈക്വൽ ടു 3y അല്ലെ? ആണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെരിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പുതിയ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ ഈക്വൽ ടു 62 ആണ് അല്ലെ? അപ്പൊ ഇവിടെയും 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 62 ആണ്. അപ്പൊ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 62 ആണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര? 62ന്റെ ഹാഫ്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 62/2 ഈക്വൽ ടു 31 ആണ്. ഇവിടെ ആ മറ്റേ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല, നേരത്തെ എഴുതിയത് കൊണ്ട്. അപ്പൊ ലെങ്ത് ഇവിടെ 2x ആണ്, ബ്രെഡ്ത്ത് 3y ആണ്. അപ്പൊ 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ മലയാളം അറിയാലോ. ലെങ്ത് എന്നുള്ളത് നീളം, രണ്ടാമത്തെ ചതുരത്തിന്റെ നീളം, രണ്ടാമത്തെ ചതുരത്തിന്റെ വീതി എന്നൊക്കെ എഴുതിയാൽ മതിയെ. പെരിമീറ്റർ എന്നുള്ളതിന് ചുറ്റളവ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? രണ്ട് ഇക്വേഷന്റെയും കോഎഫിഷ്യന്റ്, ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണകം ഒരുപോലെ ആക്കണം അല്ലെ? അപ്പൊ ഇവിടെ പിന്നെ ആദ്യത്തെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയായിരുന്നു? 13 അല്ലെ? 13 ആയിരുന്നു. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13, 13. 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇത് രണ്ടുമാണ് ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് പിന്നെ ഇവിടുത്തെ കോഎഫിഷ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ ഈ ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 2 ആവൂലേ? അപ്പോ ഇക്വേഷൻ 1 ഇൻറ്റു 2 എന്ന് ചെയ്താൽ മതി. ഇക്വേഷൻ 1നെ ഇങ്ങനെ ഇട്ടാൽ ഇക്വേഷൻ ഒന്ന് വായിക്കുമല്ലോ. ഇൻറ്റു 2 എന്ന നമ്പർ കൊണ്ട് ഇക്വേഷൻ 1നെ ഇൻറ്റു ചെയ്യുന്നു. ഇനി 3 കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി. ഈ നമ്പറോ ആക്കി മാറ്റുവാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഇത് ആദ്യത്തെ ചെയ്യാമെന്ന് വിചാരിച്ച് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടും? ഈ എക്സിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത 2x പ്ലസ് 2 കൊണ്ട് വൈനെയും എല്ലാത്തിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണേ. അപ്പൊ 2y സമം 13നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര കിട്ടുക? 26 അല്ലെ? അപ്പൊ 2x പ്ലസ് 2y ഈക്വൽ ടു 26. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1നെ മാറ്റി എഴുതിയതാണ് ഇത്. ഇനി ഈ 2ഉം 3യും വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് ഏത് മൈനസ് ചെയ്യുന്ന നല്ലത്? ഇക്വേഷൻ 2ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നതാണ് ഇവിടെ നല്ലത്. ഇക്വേഷൻ 2 മൈനസ് 3. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ആദ്യം 2ന്റെ ഇക്വേഷൻ എഴുതാം. 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇതിന്റെ നേരെ താഴെ 2x പ്ലസ് 2y ഈക്വൽ ടു 26 എന്ന് എഴുതാം. ഓക്കെ, അതിന് സബ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം. 3 മൈനസ് 2, 3y മൈനസ് 2y എന്ന് പറഞ്ഞാൽ 1y അല്ലെ? 1y എന്നുള്ളത് നമുക്ക് y എന്ന് മാത്രം എഴുതിയാൽ മതി. 31 മൈനസ് 26, 31 മൈനസ് 26. 31ൽ നിന്ന് 26 കുറക്കണം അല്ലെ? അപ്പൊ എത്ര കിട്ടും? y ഈക്വൽ ടു 5, y ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈ y നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ എന്നാണ് എടുത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ഇവിടെ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ y ഈക്വൽ ടു 5 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് എഴുതിയാ മതി? പുട്ട് y ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ 1ല് കൊടുക്കാം. ഓക്കെ, അപ്പൊ 1ല് കൊടുത്തു കഴിഞ്ഞാല് എന്താ കിട്ടുമെന്ന് ശ്രദ്ധിച്ചു നോക്കണേ. 1 x പ്ലസ് വൈ ഈക്വൽ ടു 13 ആണ്. അപ്പൊ x പ്ലസ് വൈ ഈക്വൽ ടു 13 ആണ് ഇക്വേഷൻ 1. അതൊന്നും കൂടി എടുത്ത് എഴുതുക. അതിനുശേഷം വൈയുടെ സ്ഥാനത്ത് കൊടുത്താൽ മതിയേ. അപ്പൊ എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു 13. അപ്പൊ എക്സ് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 13. ഇവിടെ പ്ലസ് 5 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവൂലേ?
അപ്പൊ 13 മൈനസ് 5 ഈക്വൽ ടു 8 നേടി. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് മെഷേഴ്സും കിട്ടിക്കഴിഞ്ഞു. ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്നും കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ അതൊന്നും കൂടി എടുത്തെഴുതാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ എഴുതിയ സെന്റൻസ് ഇല്ലേ, അതൊന്നും കൂടി എഴുതുക. എന്ത്? ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു ആൻസർ 8 സെന്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് രണ്ട് ആൻസേഴ്സും കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ ക്ലാസ് ഇത് ശരിക്കും മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് നന്നായിട്ട് ചെയ്തു പഠിക്കുക. നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്തു പഠിക്കണേ. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കമന്റ് ചെയ്യും വേണം. മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇടക്ക് വെച്ചിട്ട് അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവും. അപ്പം മുഴുവനായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കാണുക, ക്ലാസ് കാണുക, ചെയ്തു പഠിക്കുക. എല്ലാവരും ആയി മാറുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. ഓക്കെ, ബൈ.